കൊച്ചി കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ലഹരി കേസിൽ പൂർവ്വ വിദ്യാർത്ഥികളായ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആലുവ സ്വദേശികളായ ആഷിഖ്, ഷാലിഖ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. വിഷ്ണു, സുരേഷ് ആ വാർത്തയുടെ വിവരങ്ങളും ചേർന്നു. വിഷ്ണു, ഈ രണ്ടുപേരാണ് ഇങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്തതെങ്കിൽ ഈ രണ്ടുപേർക്ക് സപ്ലൈ കിട്ടിയത് എവിടെ നിന്നാണ് എന്നതടക്കം ആ ചെയിൻ്റെ അന്വേഷണം നീണ്ടു ബാക്കിലോട്ട് പോകുന്നുണ്ടോ വിഷ്ണു? അതിനുശേഷം ഇവർക്ക് ആരാണ് നൽകിയത് എന്നുള്ളതിൽ ഒരു വിപുലമായ അന്വേഷണം നടത്താൻ ഒരു തീരുമാനമുണ്ട്. അതായത് 5 അംഗ പട്ടിക പോലീസിന്റെ പക്കലുണ്ട്. അതിൽ 2 പേരുടെ അറസ്റ്റാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഒരു 3 പേർ കൂടി ഉണ്ട്. സ്ഥിരമായി ഈ ഹോസ്റ്റലിലേക്ക് എത്തുന്ന ആളുകളാണ് ഇനി ഒരു 3 പേർ കൂടി ഉണ്ട്. സ്ഥിരമായി ഈ ഹോസ്റ്റലിലേക്ക് എത്തുന്ന ആളുകളാണ് അവർ ഈ ലഹരി ഉപയോഗവും അതോടൊപ്പം തന്നെ ഇടപാടും ഒക്കെ നടത്തുന്ന ആളുകളാണ്. ആ 3 പേരെ കൂടി കണ്ടെത്തും. ഒപ്പം ഈ ആഷിഖിനും അതോടൊപ്പം തന്നെ ഷാലിഖിനും ഇവർക്ക് ആരാണ് ലഹരി കൈമാറിയത് എന്നുള്ളത് അന്വേഷിക്കും. അത് ഈ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലാണ് ഉണ്ടാകുക. നിലവിൽ ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കും അന്വേഷണ സംഘത്തിന്റെ നടപടികൾ പുരോഗമിക്കുക. ഒരു പക്ഷേ ഈ ഇതര സംസ്ഥാനക്കാരിൽ നിന്നായിരിക്കാം ഇവർ കഞ്ചാവ് വാങ്ങിയിട്ടുണ്ടാകുക എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. കാരണം അന്നേ ദിവസം തന്നെ കൊച്ചിയിലേക്ക് വ്യാപകമായി കഞ്ചാവ് എത്തിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട്. എറണാകുളത്ത് കൊച്ചി സിറ്റിയിൽ മാത്രം അന്ന് 20 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. അതിൻ്റെ ഒരു ബാക്കിയായിരിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് വന്ന ഒരു ഭാഗമായിരിക്കാം ഇവർക്ക് ലഭിച്ചത്. അതിവർ ഈ ആകാശിന് കൈമാറിയിട്ടുണ്ടാകുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. ഉറപ്പായും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും ഈ കണ്ണികളുമായി ബന്ധപ്പെട്ട്. നേരത്തെ ഉയർന്ന ആക്ഷേപം ഇത് ചില്ലറ വിൽപ്പന നടത്തുന്ന ആളുകളിലേക്കും അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കുന്ന ആളുകളിലേക്കും മാത്രം അന്വേഷണം ചുരുങ്ങുന്നു എന്നാണ്. എന്നാൽ ഈ കേസിൽ അങ്ങനെ ചുരുക്കാൻ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ സപ്ലൈ എവിടെ നിന്ന് എന്ന് കണ്ടെത്താനുള്ളൊരു ശ്രമം ആത്മാർത്ഥമായി തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഇതൊരു അതീവ ഗൗരവ സ്വഭാവമുള്ള കേസാണ്. നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്. കാരണം ഒരു കോളേജ് ഹോസ്റ്റലിനകത്ത് വിപണനാടിസ്ഥാനത്തിൽ ഒരു കാലത്തും പിടികൂടില്ല എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഈ വിദ്യാർത്ഥികൾ അവിടെ ഈ കഞ്ചാവ് വിൽപ്പന കേന്ദ്രമായി ഹോസ്റ്റലിനെ തിരഞ്ഞെടുത്തത്. അതായത് ആ ഹോസ്റ്റലിലേക്ക് കയറണമെങ്കിൽ അതിൻ്റെ പോലീസിനടക്കം എത്തണമെങ്കിൽ പെർമിഷൻ അടക്കം എടുത്ത് അതിനകത്തേക്ക് എത്തി ആ സമയത്തൊക്കെ ഇവർക്ക് മാറ്റാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് വളരെ പ്രീ പ്ലാൻഡ് ആയി തന്നെ ഈ ഹോസ്റ്റൽ കഞ്ചാവ് വിൽപ്പനയ്ക്ക് വേണ്ടി അവർ തിരഞ്ഞെടുത്തതാണ്. ഒരു പക്ഷേ മുൻപും സമാനമായ രീതിയിലൊക്കെ വിൽപ്പന അവിടെ നടന്നിട്ടുണ്ടാകും. എന്നാൽ ഇത്തവണ പ്രിൻസിപ്പൾ പറഞ്ഞത് സാധാരണഗതിയിൽ കിട്ടുന്ന അത്രയൊന്നും ഇല്ല എന്നോ, സാധാരണ ക്യാമ്പസുകളൊക്കെ ഉള്ള ചെറിയ അളവിൽ ഒക്കെ ഉണ്ട്, പക്ഷേ ഇതാദ്യമായാണ് എന്നൊക്കെ പറയുമ്പോൾ അതവിടെ വളരെ നോർമലാണെന്ന് പ്രിൻസിപ്പൽ തന്നെ അറിയാം. മാത്രമല്ല ഇത് ഇത്രയധികം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ കാലത്തും വളരെ ഫ്രീ ആയി 2 കിലോ കഞ്ചാവ് കൊണ്ട് വിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു ധൈര്യം നൽകുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിലേക്ക് അന്വേഷണം പോകുമോ എന്നതാണ് പ്രധാനം വിഷ്ണു. ഹാഷ്മി, ഉറപ്പായും അത്തരത്തിൽ ആരൊക്കെയോ ഇവർക്ക് പിന്നിലുണ്ട്. കാരണം ഈ 2 വിദ്യാർത്ഥികൾ വിചാരിച്ചാൽ മാത്രം അതിനകത്തേക്ക് കഞ്ചാവ് കയറ്റി ഇത്രയും നിർലോഭം വിൽപ്പനയൊന്നും സാധ്യമല്ല. ഉറപ്പായും അതിൽ കൂടുതൽ ആളുകൾക്ക് ഈ കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ചില ആളുകൾക്ക് അറിയാമെങ്കിലും ഭയമുള്ളതുകൊണ്ട് അവർ പുറത്തു പറയാത്ത ആളുകളുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രിൻസിപ്പൽ നൽകിയ ഒരു പരാതി ഈ കേസിൽ നിർണായകമായി എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ കൃത്യമായി പറഞ്ഞിരുന്നു 14-ാം തീയതി ഹോളി ആഘോഷം നടക്കുന്ന ക്യാമ്പസിലേക്ക് മദ്യവും മയക്കുമരുന്നൊക്കെ എത്താനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിനും ആ പരാതി നൽകുന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ അങ്ങോട്ടേക്ക് കഞ്ചാവ് എത്തി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പോലീസ് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നു. അവിടെ നിന്ന് കഞ്ചാവ് എത്തി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പ്രിൻസിപ്പളുടെ മുറിയിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ കഷ്ടി അല്ലെങ്കിൽ ഒരു 50 മീറ്റർ കഷ്ടിയാണ് ഈ ഹോസ്റ്റൽ ഇരിക്കുന്ന സ്ഥലം. അങ്ങോട്ടേക്ക് അവിടെ ഈ വിദ്യാർത്ഥികൾ വന്നും പോയും ഒക്കെ ഈ കഞ്ചാവ് ഉപയോഗം നടത്തുന്നു, സ്ഥിരമായി അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ആ ഹോസ്റ്റലിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം, പുറത്തുനിന്നുള്ള ആളുകളുടെ പ്രവേശനം നിരോധിക്കണം എന്നുള്ളതൊന്നും ഒരു തർക്കമില്ല. അതല്ലാതെ ഈ അതിനകത്തെ ഉപയോഗം കുറയ്ക്കാൻ മറ്റു നടപടികളൊന്നുമില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അടിക്കടി ഹോസ്റ്റലിലെത്തി പരിശോധന നടത്തുക എന്നുള്ളത്, എല്ലാ ദിവസവും പരിശോധന നടത്തുക എന്നുള്ളത് ആ വിദ്യാർത്ഥികൾക്ക് തന്നെ ബുദ്ധിമുട്ടാകും. അപ്പോൾ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് കൂടി കുറച്ചുകൂടി ശക്തമായ സുരക്ഷാ നടപടികളൊക്കെ ഉണ്ടാകണം. ഒപ്പം പോലീസും റൊട്ടീൻ ചെക്കപ്പുകളൊക്കെ അവിടെ നടത്തണം. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ഉപയോഗം ഒരു പൂർണ്ണ തോതിൽ അതിൻ്റെ ഒരു ഉപയോഗം ആ ക്യാമ്പസിൽ നിന്ന് മുക്തമാക്കാനായി സാധിക്കുകയുള്ളൂ. എന്തായാലും വിശദമായ അന്വേഷണം ഉണ്ടാകും, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഈ സപ്ലൈ ചെയിൻ എല്ലാം കട്ട് ചെയ്യാനുള്ള ശ്രമം അനിവാര്യമാണ്. ഹാഷ്മി, വിഷ്ണു, സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതിൻ്റെ സോഴ്സിലേക്ക് പോകാനും ആരാണ് ഇതിന് പണം മുടക്കുന്ന ഫണ്ടർമാർ എന്നൊക്കെ കണ്ടുപിടിക്കാതെ ഇതിന് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിലേക്കൊക്കെ പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം.